ഉത്തർപ്രദേശിലെ സംഭാലിൽ വെടിവെപ്പിന് പിന്നാലെ ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട് അധികൃതർ കയ്യേറ്റം ആരോപിച്ച് വീടുകളുടെ മുൻവശത്തെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഷാഹി മസ്ജിദ് പരിസരത്തെ കയ്യേറ്റം അനധികൃത വൈദ്യുതി കണക്ഷനും കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തു. മസ്ജിദുകളും മദ്രസകളും വൈദ്യുതി മോഷണം കണ്ടെത്തിയെന്നും അധികൃതർ പറയുന്നു. മതസ്ഥാപനങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗം നിയമാനുസൃതമാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് പ്രദേശത്തെ കയ്യേറ്റങ്ങൾ നീക്കാൻ അധികൃതർ ആരംഭിച്ചത്. വീടുകൾക്കും കടകൾക്കും മുന്നിലെ അഴുക്കുചാൽ വൃത്തിയാക്കുകയാണെന്ന് ലക്ഷ്യമിടുന്നത് എന്ന് ASP ശ്രീഷ് ചന്ദ്ര പറഞ്ഞു. സമാജ്വാദി പാർട്ടി MP സിയാഉർ റഹ്മാൻ ബർഗിന്റെ വീടിനോട് ചേർന്നാണ് ഒഴിപ്പിക്കൽ നടപടി നടന്നത്. വൈദ്യുതി മോഷണം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈദ്യുതി വകുപ്പുകളും വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. 4 പള്ളികളിലും ഒരു മദ്രസയിലും അനധികൃത വൈദ്യുതി ഉപയോഗം കണ്ടെത്തിയതായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവീൻ ഗൗതം പറഞ്ഞു. 1.25 കോടി രൂപയുടെ വൈദ്യുതി മോഷണമാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ 49 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും നവീൻ ഗൗതം പറഞ്ഞു. അതേസമയം സംഭവത്തിൽ 1978 വർഗീയ കലാപത്തെ തുടർന്ന് പൂട്ടിയ പുരാതന ക്ഷേത്രം കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം തുറന്നിരുന്നു. അനധികൃത വൈദ്യുത കണക്ഷൻ പരിശോധിക്കുന്നതിനിടെയാണ് ക്ഷേത്രം കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗവും ഹനുമാൻ പ്രതിമയും കണ്ടെടുത്തിരുന്നു. ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദർ പെൻസിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കവാടങ്ങൾ തുറക്കുകയും വൃത്തിയാക്കുകയും ചെയ്തു. തൊട്ടടുത്തുള്ള കിണറും അധികൃതർ വൃത്തിയാക്കി. 500 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രം വിശ്വാസികൾക്കും കൈമാറി. ക്ഷേത്രത്തിന് സമീപത്തെ കയ്യേറ്റങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രം വീണ്ടും തുറന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭസ്മശങ്കർ എന്നാണ് ക്ഷേത്രത്തിന്റെ പേര് എന്നും ഇത് രസ്തോഗതി വിഭാഗത്തിൻ്റെതായിരുന്നുവെന്നും മുമ്പ് ആരാധനയ്ക്കായി ഒരുപാട് പേർ ഇവിടെ എത്തിയിരുന്നതായിട്ടും പ്രദേശവാസികൾ പറഞ്ഞു. നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളുടെ വീട് ഉൾപ്പെടെ സ്വത്ത് പൊളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് നവംബർ 13 സുപ്രീം കോടതി വിധി പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. BR ഗവായ്, KV വിശ്വനാഥൻ എന്നീ ജസ്റ്റിസുമാരുടെ ബെഞ്ചാണ് ഇങ്ങനെ നിരീക്ഷിച്ചത്. സംസ്ഥാനങ്ങൾ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളും സ്വകാര്യ സ്വത്തുക്കളും നിയമവിരുദ്ധവും പ്രതികാരദായകവുമായിട്ടുള്ള ബുൾഡോസർ ചെയ്യുന്നത് തടയാൻ ജസ്റ്റിസ് വിശ്വനാഥൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പൊതുഭൂമിയിലെ അനധികൃത കെട്ടിടങ്ങളോ ഉള്ള കയ്യേറ്റങ്ങൾ ഒഴികെ വ്യക്തമായിട്ടുള്ള അനുമതിയില്ലാതെ രാജ്യത്തുടനീളമുള്ള പൊളിക്കലുകൾ നിർത്തിവെക്കുന്നതിന് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി നേരത്തെ തന്നെ നൽകിയതാണ്. കൂടുതൽ സ്ഥാപനപരമായിട്ടുള്ള ഉത്തരവാദിത്തം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് കോടതി സമഗ്രമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിപ്പിച്ചു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കോടതി നിർബന്ധമാക്കിയിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കും പൊളിക്കലുകൾക്കും ബാധകമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. നിയമവിരുദ്ധമായിട്ടുള്ള പൊളിക്കലുകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അച്ചടക്ക നടപടിയും അലക്ഷ്യക്കുറ്റവും സാമ്പത്തിക പിഴ എന്നിവ നേരിടേണ്ടി വരുമെന്നും ജഡ്ജിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തെറ്റായിട്ടുള്ള പൊളിക്കലുകൾക്ക് നഷ്ടപരിഹാരം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് ഈടാക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുഴുവൻ പൊളിക്കൽ പ്രക്രിയ നന്നായി വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ ജഡ്ജിമാർ അധികാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരും പേരുകൾ വ്യക്തമാക്കുന്ന വിശദമായിട്ടുള്ള പൊളിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും പറയുന്നുണ്ട്. റിപ്പോർട്ട് മുനിസിപ്പൽ കമ്മീഷണറുടെ മുമ്പാകെ സമർപ്പിക്കുകയും പൊതുജനങ്ങളുടെ പ്രവേശനക്ഷമത ഉറപ്പാക്കുന്നതിന് ഡിജിറ്റൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഈ തത്വത്തിൽ വീടുകൾ പൊളിക്കാൻ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ മേലാളുകളുടെ ഉത്തരവാദികൾ അന്ധമായിട്ട് പാലിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരെ 2 തവണ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല.